നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 സെപ്റ്റംബർ മാസം 23-ാം തീയതി 1200-ാം ആണ്ട് കന്നിമാസം 7-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കൾ എന്ന് പറയുമ്പോൾ പൊതുവേ ശുഭദിനമാണ്. നമുക്കൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് ഒരാഴ്ചയുടെ ആരംഭമാണ്. കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിറങ്ങുന്ന ദിവസമാണ്. കാരണം ആഴ്ച ആരംഭമാണ്. കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിറങ്ങുന്ന ദിവസമാണ്. ദിവസം കൊള്ളൂലെങ്കിലോ നമ്മളൊരു ദിവസം ഒരാഴ്ച തന്നെ ആരംഭം തന്നെ പാളിപ്പോവും. ഇന്ന് രോഹിണി നക്ഷത്രവുമാണ്. അപ്പോൾ എന്ത് ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമായ ഒരു ദിവസമാണ്. അപ്പോൾ ധൈര്യമായിട്ട് ഇന്ന് ഓരോ കാര്യത്തിന് അറച്ചു നിൽക്കാതെ ഓരോ കാര്യത്തിന് ഇറങ്ങിക്കൊള്ളണം. ഇറങ്ങിയാലോ വിജയ സാധ്യത ഉണ്ടാകുന്ന ഇന്ന് പോസിറ്റീവ് എനർജി പ്രകൃതിയിൽ നിൽക്കുന്ന പ്രകൃതി ശക്തിയാണ് നമ്മളെ നന്മതിന്മയിലേക്ക് നയിക്കുന്നത്. ഇന്നത്തെ ദിവസം എങ്ങനെ ആയിരിക്കണം എന്ന് നിശ്ചയിക്കുന്നത് പ്രകൃതി ശക്തിയാണ്, നമ്മളല്ല. നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങാനും ഒക്കെ മാത്രമേ കഴിയുള്ളൂ. അത് വിജയിക്കണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് അതാത് ദിവസത്തെ എനർജിയാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നിൽക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് ബർത്ത്ഡേ വന്നിട്ടുള്ള രോഹിണി നക്ഷത്രത്തിൽ ബർത്ത്ഡേ വന്നിട്ടുള്ള ആളിന് വളരെ സന്തോഷപ്രദമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക് പ്രദാനം ചെയ്തു തരിക. സന്തോഷപ്രദമായ ഒരു വർഷം എന്ന് പറയുമ്പോൾ കുറേ നേട്ടഫലങ്ങളുടെ ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയുക. വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ വീട്ടിൻ്റെ പണി തുടങ്ങി അത് പൂർത്തീകരിക്കാൻ കഴിയാതിരിക്കുന്നവർക്ക് നമുക്ക് ഗ്രഹം നമ്മളെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു വർഷമായിരിക്കും. അതുമാത്രമല്ല, വാഹനം വാങ്ങാനോ വാഹനം അല്ലെങ്കിൽ വിൽക്കാനോ മാറ്റി വാങ്ങാനോ ഒക്കെ വാഹനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും നേട്ടം ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ഇതിനെല്ലാം ഉപരി വിദേശ യാത്രകൾ ചെയ്യാനും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവർ മൈഗ്രേറ്റ് ചെയ്ത് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ യാത്ര കൊണ്ട് നേട്ടം ഉണ്ടാകുന്ന കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ ഇതിനെല്ലാം പരിശ്രമിക്കണമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. നമുക്ക് സമയം സപ്പോർട്ടീവ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഇറങ്ങണം. നമ്മളെ ശരിക്കും നയിക്കുമ്പോൾ നമ്മളെ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാണ് ഒരു വർഷം എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഭാഗ്യദായകമായ ഒരു വർഷമായതുകൊണ്ട് നമ്മൾ ഓരോ വർഷത്തെ എത്രത്തോളം ഒരു ദിവസവും കളയാതെ മാക്സിമം വിനിയോഗിക്കുന്നവനാണ് മിടുക്കൻ. ഇതറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓരോ സൂചനകൾ നല്ല ദിവസമായിട്ടും നല്ല നക്ഷത്രമായിട്ടും ഒക്കെ നമുക്കിങ്ങനെ തരുന്നത് ആരാണ്? പ്രകൃതി ശക്തി തരുന്നതാണ്. നമ്മളെ കർമ്മം ചെയ്യാനും നമ്മളെ കർമ്മം പൂർത്തീകരിക്കാനും വേണ്ടിയിട്ട് തരുന്നതാണ്. അതേപോലെ ഇന്ന് ഓരോ നല്ല ദിവസമാണ് പറഞ്ഞു, ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങാവുന്ന ദിവസമാണ്. എങ്കിലും ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ രാഹുകാലം നോക്കിയിട്ട് യാത്ര തിരിക്കുക. രാഹുകാലം ശുഭകാര്യങ്ങളെ ബ്ലോക്ക് ചെയ്യാനുള്ള ശക്തി രാഹുവിനുണ്ട്. അതുപോലെ രാഹുകാലം നോക്കി നമ്മൾ കലണ്ടറിലൊക്കെ നോക്കുമ്പോൾ രാഹുകാലം രേഖപ്പെടുത്തിയിട്ടുണ്ട് 7:30 മണി മുതൽ 9 മണി വരെ എന്ന്. അപ്പോൾ 7:30 മണി എന്നൊക്കെ 7:30 9 എന്നൊക്കെ പറയുന്നത് അന്നത്തെ ഉദയത്തെ ആസ്പദമാക്കി ചേഞ്ച് ഉണ്ടാവും. ഇന്ന് രാഹുകാല സമയം വരുന്നത് 7:47 തൊട്ട് 9:17 വരെയാണ്. അപ്പോൾ രാഹുകാലത്തിന് മുമ്പോ രാഹുകാലത്തിന് ശേഷമോ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം. അതുപോലെ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത 2 സമയങ്ങളുണ്ട്. ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. ഈ സമയം നിങ്ങൾ ഒരു കാര്യത്തിനും കൈവയ്ക്കരുത്. ആ സമയം അവർക്കങ്ങ് വിട്ടുകൊടുക്കുക. കാരണം അവരുടെ അനുവദനീയമായ സ്ഥലത്ത് അവരുടെ കാമ്പൗണ്ടിൽ കയറി നമ്മൾ ആളാവാൻ പോകണ്ട. ആ സമയം നമ്മളങ്ങ് മാറിക്കൊടുക്കുക. ഈ 3 മണിക്കൂറോളം സമയം, 12 മണിക്കൂർ സമയം തന്നതിൽ 3 മണിക്കൂറേ കൊള്ളാതെ ഉള്ളൂ. അങ്ങനെ നമുക്ക് ഗുളികകാല സമയം വരുന്നത് 1:47 തൊട്ട് 3:17 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 10:47 തൊട്ട് 12:17 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങളിലും കൈവയ്ക്കാതിരിക്കുക. അതുപോലെ ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 11:53 തൊട്ട് 12:41 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തം.
അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ ദോഷത്തെയും മാറ്റി ഒരു പോസിറ്റീവ് കവചം സൃഷ്ടിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ വിജയിപ്പിച്ച് തരുന്ന സമയമാണ് അഭിജിത്ത് മുഹൂർത്തം. മറ്റ് മുഹൂർത്തങ്ങളുണ്ട് ഇല്ലെങ്കിൽ പോലും അഭിജിത്ത് മുഹൂർത്തം നമുക്കെടുക്കാം. ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. നമ്മൾ ഇടുന്ന വസ്ത്രത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. അത് അനുഭവിച്ചറിഞ്ഞവരും ഞാൻ ഇത് കേട്ടിട്ട് എന്നെ വിളിച്ച് പറഞ്ഞവരുമായിട്ട് ശരിക്ക് ആയിരക്കണക്കിന് ആളുകൾ വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അത്ര കണ്ട് ഗുണപ്രദമായി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ശുഭ്രവസ്ത്രം, വെളുത്ത വസ്ത്രമോ അല്ലെങ്കിൽ പേളിൻ്റെ കളറിലുള്ള വസ്ത്രമോ നമുക്ക് ഡ്രസ്സിൻ്റെ കൂടെ ഉൾപ്പെടുത്തുക. അത് ഷർട്ടായിട്ടായാലും ശരി, പാൻറ്റായിട്ടായാലും ശരി, ഷാളായിട്ടായാലും ശരി, അല്ല ചുരിദാറായിട്ടായാലും ശരി, സാരി ആയിട്ടായാലും ശരി. പറ്റിയില്ലെങ്കിൽ നമ്മളൊരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു വെളുത്ത വസ്ത്രം, ഒരു വെളുത്ത തുണി കയ്യിൽ കരുതുന്നത് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാനും നെഗറ്റീവിനെ ബ്ലോക്ക് ചെയ്ത് വയ്ക്കാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.